ജാനകിയമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട പല വാർത്തകളും വരുന്നുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളൊന്നും തന്നെ സങ്കടപ്പെട്ടില്ല എന്നും കരഞ്ഞില്ല എന്നടക്കമുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ വാർത്തകൾക്ക് പിന്നിലെ സത്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ തന്നെ എത്തുന്നു. അക്കൂട്ടത്തിൽ ഇപ്പോൾ ജാനകിയമ്മയുടെ ചെറുമകൾ അപ്സര വൈദുല്യാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്സരയും വർഷയും ജാനകിയമ്മയുടെ ഇടം ബലം തന്നെ അനങ്ങാതെ നിന്നു. അവസാനത്തെ 5 മാസം മകൻ മരിച്ചതിന് ശേഷം ജാനകിയമ്മ വളരെയധികം വിഷമത്തിലായിരുന്നു. വരുന്നവരോടും പോകുന്നവരോടും ഫോൺ വിളിച്ചുമൊക്കെ ചോദിക്കുന്നത് അവൻ എന്തിനാണ് എന്നെ ഒറ്റയ്ക്കാക്കി പോയത് എന്നാണ്. ദൈവം എന്തിനാണ് എന്നെ അവനിൽ നിന്നും ഇത്രയും പെട്ടെന്ന് അകറ്റിയത് എന്നാണ്. അത് ജാനകിയമ്മയ്ക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. മകൻ്റെ മരണ വാർത്ത ജാനകിയമ്മയെ തകർത്തി. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും തന്നെ ജാനകിയമ്മയെ തളർത്തിയിട്ടില്ല. പക്ഷേ ഇത് ശരിക്കും തളർത്തി. അത്രമാത്രം സങ്കടത്തിലായിരുന്നു ജാനകിയമ്മ ജീവിച്ചിരുന്നതൊക്കെ തന്നെയും. ശരിക്കും പറഞ്ഞാൽ വളരെയധികം സങ്കടത്തോടെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്ന വാർത്തയായി ഇത് മാറ്റുന്നതും. മകൻ്റെ മരണവിവരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ തന്നെ വളരെയധികം വിഷമത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ താരം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇത് ചർച്ച ചെയ്യുന്ന വിഷയമായി മാറുന്നത് ജാനകിയമ്മ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോഴിത് അപ്സരയും വർഷയും ജാനകിയമ്മയുടെ ഇടം വലം നോക്കാതെ എപ്പോഴും കൊണ്ടുപോയിരുന്നു. ജാനകിയമ്മയുടെ മറ്റൊരു മകൻ്റെയും മകളുടെയും മക്കളാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ജാനകിയമ്മയുമായിട്ടുള്ള സ്നേഹ സംഭാഷണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇവർ ഇതിനു മുൻപ് പങ്കുവച്ചിട്ടുണ്ട്. ജാനകിയമ്മ മരിക്കുമ്പോൾ പോലും, മരിക്കുന്ന ദിവസം പോലും, മരിച്ചു കഴിഞ്ഞപ്പോൾ പോലും മുത്തശ്ശിയുടെ മരണത്തിൽ സങ്കടമില്ല എന്ന് പലരും പറഞ്ഞിരുന്നു. എൻ്റെ മുത്തശ്ശിക്ക് ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി എൻ്റെ മൂത്ത സഹോദരി വർഷയായിരുന്നു എന്നാണ് ഇപ്പോൾ അപ്സര പറയുന്നത്. അവർ തമ്മിൽ വലിയ സാമ്യമുണ്ടായിരുന്നു. വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത വിധത്തിൽ അവർ പരസ്പരം മനസ്സിലാക്കുന്നു. എല്ലാ അർത്ഥത്തിലും അവർ പരസ്പരം ചേർന്നവരായിരുന്നു. ഇന്ന് ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യേണ്ടിയിരുന്നത് അവൾ തന്നെയാണ്. മുത്തശ്ശിയെ പരിചരിക്കേണ്ടിരുന്നതെല്ലാം അവളായിരുന്നു. 2023 ഓഗസ്റ്റിൽ അവൾ നമ്മളെ വിട്ടു പിരിഞ്ഞു. ആ നഷ്ടത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ഒരിക്കലും പൂർണ്ണമായി മുക്തിയോടെ നേടാനാവില്ല. ദുഃഖം അപ്രതീക്ഷിതമായിരുന്നില്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ ഒപ്പം കൊണ്ടു നടക്കാൻ പഠിക്കുന്ന ഒന്നായി അത് മാറിയിരുന്നു. അവർ വീണ്ടും ഒന്നുചേർന്നു എന്ന അറിവ് മാത്രമാണ് എനിക്ക് ആശ്വാസം നൽകുന്നത് എന്ന് അപ്സര പറയുന്നു. അപ്സരയും ജാനകിയമ്മയുടെ അടുത്ത് തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു. സഹോദരിയുടെ മരണം വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത വിഷയമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ കാണാത്തതുകൊണ്ട് ആളുകൾ എൻ്റെ ദുഃഖത്തെ ചോദ്യം ചെയ്യുന്നത് ഞാൻ കണ്ടു. ദയവായി കാണുന്നതോ കാണാത്തതോ ആയ കണ്ണുനീർ കൊണ്ട് മുത്തശ്ശിയോട് എൻ്റെ സ്നേഹം അളക്കരുത്. മരണത്തെ ആഴത്തിലുള്ള ആത്മീയതയായി കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ ഞങ്ങൾ ജീവിതം പഠിച്ചിരുന്നു. പ്രത്യേകിച്ച് മുത്തശ്ശിയിൽ നിന്നൊരു ജീവിതം അവസാനിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കത് സ്നേഹം അവസാനിക്കുന്നില്ലെന്ന് പഠിപ്പിച്ചു. എൻ്റെ അനുഭവങ്ങൾ എന്നെ ഞാൻ ആഗ്രഹിച്ചതിലും അധികം കരുത്തരാക്കി മാറ്റിയിരുന്നു. ദുഃഖം എപ്പോഴും ഉച്ചത്തിലുള്ളതാകണമെന്നില്ല. ചിലപ്പോൾ അത് നിശബ്ദവും സ്ഥിരവും തികച്ചും വ്യക്തിപരവുമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ അപ്സര കുറിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.